ഹായ് സർ, സുജിയുടെ വീട്ടിലേക്ക് ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ്. അല്പസമയത്തിനുള്ളിൽ സുജി വരും സർ. താങ്ക് ഗോഡ്. പൂജ, ഒരു കാര്യം ചെയ്യ, ഈ ഫോൺ സുജിക്ക് കൊടുക്കുക, അവള് മറന്നതാ. പിന്നെ അതിന്റെ കൂടെ ഈ നോട്ട് കൂടി കൊടുക്കുക. ഓക്കെ സർ. പിന്നെ അവളോട് പറയണം 5 മണിക്ക് നമ്മുടെ മീറ്റിംഗ് ആണ്, നന്നായി ഡ്രസ് ചെയ്ത് വരണമെന്ന്. ഷുവർ സർ. ഓക്കെ. പൂജ, ഡാർക്ക് കളറൊന്നും വേണ്ടെന്ന് പറയാ, അവക്കത് ചേരില്ല. ഓക്കെ സർ. ഇന്ന് എന്തോ നല്ല കാര്യം നടക്കാൻ പോവുകയാ. എന്താ ഇത്? പൂവാണ് സാർ. പൂവാണെന്ന് എനിക്ക് മനസ്സിലായി. ബ്ലഡി ഫൂൾ. ഇത് ഏത് പൂവാ കൊണ്ടുവന്നേ? എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ പൂ ചോദിച്ചേ, അല്ലാതെ ഏതെങ്കിലും ഫോട്ടോയിൽ വിതറാനല്ല. എനിക്കറിയാമായിരുന്നു അതായത് നീ സുജിയെ പ്രപ്പോസ് ചെയ്യാൻ എന്തായാലും ഇവിടെ വരുമെന്ന്. റോസാപ്പൂ കൊണ്ടുവാ. വെയിറ്റർ, ഇവിടെ വരൂ. പൊയ്ക്കോ. ഡിയർ സുജി. ഞാനെന്തിനാ അവളെ ഡിയർ എന്ന് വിളിക്കുന്നേ? സുജി, പ്ലെയിൻ സിമ്പിൾ സുജി. ഇതോടെ അവൾക്ക് മനസ്സിലാവും ഐ ലൈക്ക് ഹർ. സുജി, ഐ ലവ് യു. ഇവനാള് കൊള്ളാലോ. ഐ തിങ്ക് സുജിക്ക് പോപ്പായിരിക്കും ചിലപ്പോ ഇഷ്ടം. പോപ്പ് പോപ്പ് തന്നെയായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഓവറായി പോവോ? ഐ വിൽ ബി സ്പോണ്ടേനിയസ്. എന്തോറ്റി? എന്തു പറ്റിയെന്ന്? താനെന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ? സാർ, 1 മണിക്കൂറായി അങ്ങ് ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ അത്യാവശ്യമാണ് സാർ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ സാർ. നീ ഇപ്പൊ എങ്ങോട്ട് പോകണ്ട. അല്ലെങ്കിൽ സാർ, അങ്ങയുടെ പ്രണയത്തിൽ നനവ് സംഭവിക്കും. അത്യാവശ്യമാണ് സാർ. പ്ലീസ് സാർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സാർ. അവള് വന്നു. എന്റെ ദൈവമേ, എന്റെ മരുമോള് വന്നു. നീ എവിടെയും പോവില്ല. ഇത് ഭയങ്കര ഗ്രാൻഡ് ആയ എൻട്രി ആണല്ലോ തരുന്നത്. എനിക്ക് വേണ്ടി തന്നെയല്ലേ? ഹായ്. സർ, എന്തെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണോ? സാറോ? സുജി, നീ എന്തിനാ ഇപ്പൊ സാറെന്ന് വിളിക്കുന്നേ? ഐ മീൻ, നമ്മളിപ്പോ ഓഫീസിലല്ലോ, നമ്മളിപ്പോ ഓഫീസിന് പുറത്തല്ലേ. സോ നോ സാർ, കോൾ മീ ആരവ്. ഇരിക്കേ. ഒരു മിനിറ്റ്. ലെറ്റ് മീ ബി എ ജെന്റിൽമാൻ. പൂവ്. സർ, ഞാനിപ്പോഴാ നോട്ടീസ് ചെയ്തത്. നമ്മുടെ ടേബിളിന് മാത്രം എന്താ ഒരു വ്യത്യാസം? കാരണം നീയും വ്യത്യസ്തയാണ്. വാട്ട്? ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ആക്ച്വലി ക്ലയൻസ് വ്യത്യസ്തരല്ലേ. അതായത് ക്ലയൻസ് വ്യത്യസ്തരാകുമ്പോ ടേബിളിനും വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ ടേബിൾ വ്യത്യാസമാണെങ്കിൽ പിന്നെ എല്ലാം വ്യത്യാസമാവില്ലേ? അയ്യോ, എന്റെ മോന് ടെൻഷൻ ആയെന്ന് തോന്നുന്നു. എവിടെയാ ക്ലയന്റ്? വരും. ഓൺ ഹിസ് വേ. യാ, ആക്ച്വലി
നമ്മള് ഒരുപാട് ദൂരല്ലേ? അടുത്തോട്ട് സുജി, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഈ പാട്ട് ഈ അവസരത്തിന് അല്പം ചേരാത്തത് പോലെ. തീരെ ചേരില്ല. സുജി, ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തതാ, പക്ഷേ അതൊന്നും അങ്ങനെ ആയില്ല സുജി. ഞാൻ പ്ലാൻ ചെയ്തിരുന്ന പോലെയോ വിചാരിച്ച പോലെയോ ഒന്നും നടന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ കാര്യങ്ങൾ. ബുദ്ധിമുട്ടോ? അതെങ്ങനെയാ ബുദ്ധിമുട്ടുള്ള കാര്യമാവുന്നേ? എടാ, ഇത് നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നോക്കു സുജി, എന്റെ മോൻ കുറെ നാളായി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ ഇത്രമാത്രം പറഞ്ഞാൽ മതി നിനക്ക് ആരവിനെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. അല്ല, പോയോ അവള്? ഹലോ. ഹലോ സുജി, നന്ദിത മാം, നിങ്ങളോ? എനിക്കിപ്പോഴും അറിയില്ല നീ ആരവിനെ കണ്ടോ ഇല്ലയോ എന്ന്. നീ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ ആരവിനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞ സത്യം ഇതാണ്. സുജി, ആരവാണ് ഞങ്ങളുടെ പ്രീതുവിനെ കൊന്നത്. അവനാണ് എന്റെ കുഞ്ഞിന്റെ കൊലയ്ക്ക് ഉത്തരവാദി. പോലീസ് റിപ്പോർട്ട്സിൽ ആരവിന്റെ പേര് ഞാൻ കണ്ടിരുന്നു. നിനക്കൊരു ഹൃദയമില്ലേ? വെറും 6 വയസ്സുള്ള ഒരു നിഷ്കളങ്കയായ കുഞ്ഞിന്റെ കൊലയാളിയെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? അവനോടൊപ്പം നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു സുജി? എനിക്ക് ആരവനെ ഒന്ന് കാണണം സുജി.
സംഭവിക്കില്ല. ഇതൊരിക്കലും സംഭവിക്കില്ല. എന്തു പറ്റി നന്ദിത? സുദേവ്, നമുക്ക് സുജിയോട് പറയണം. അവളോട് എനിക്ക് പറയണം പ്രീതുവിന്റെ മരണത്തിൽ പ്രൈം സസ്പെക്ട് ആരുമായിരുന്നു. ഞാൻ അവളോടത് പറയാൻ പോവാ. എന്തായി ചെയ്യുന്നേ? ഫോൺ ചെയ്ത് പറയാൻ പോവുകയാണോ? ഇതാ പറയൂ, എങ്കിലേ അവൻ അലർട്ട് ആവുകയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുള്ളൂ. നോക്കൂ നന്ദിത, പോലീസിന്റെ കണ്ണിൽ സസ്പെക്ട് കുറ്റവാളിയാകണമെന്നില്ല. നമുക്ക് ഈ കേസിനെ കുറിച്ചുള്ള തെളിവൊന്നും കിട്ടാത്തിടത്തോളം പ്രീതുവിനെ ആരാണ് കൊന്നത് എന്നുള്ളത് അതുവരെ നമ്മളിത് ആരോടും പറയാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? എന്താ ശരിക്കും ആരവ് സർ എന്നെ പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങായിരുന്നോ? എന്താ പറഞ്ഞ വായടി? ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഞാനെന്ത് പറയാൻ? അത് ശരി, ഞാനൊന്നും പറഞ്ഞില്ലാന്ന്. ഓക്കേ, ഒന്നും പറയണ്ട. കട്ടീസ് പ്ലീസ് എന്നോട് പിണങ്ങല്ലേ പ്രീതു. പറയാന്നേ. എന്നാ പറ. പറ, എങ്ങോട്ടാ നീ പോന്നേ? ഇന്നുണ്ടല്ലോ ആരവ് സർ എന്നെ പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. വായടി, ഈ പോർപോസ് എന്ന് പറഞ്ഞ ഒന്നുമില്ലെന്നേ. വായടി, ഞാൻ എന്റെ അമ്മയെ അന്വേഷിച്ചോണ്ടിരുന്നെ. പക്ഷെ കൃഷ്ണൻ എനിക്ക് നിന്നെയാ തന്നത്. പ്രീതു, ഐ ലവ് യു. I love you too, വായടി. I love you too. പ്ലീസ്, നീ എന്നെ വിട്ട് ഒരിടത്തേക്കും പോവല്ലേ. പ്രീതു, ഐ ലവ് യു. I love you too, വായടി. I love you too. പ്ലീസ്, നീ എന്നെ വിട്ട് ഒരിടത്തേക്കും പോവല്ലേ. മസിലിന്റെ കൂടെ ഒരിക്കലും പോരുത് വായടി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നേരത്തെ എന്റെ അമ്മ എന്നെ വിട്ട് പോയതാ. ഇനി നീയും കൂടി പോയ പിന്നെ ഞാനത് എങ്ങനെ സഹിക്കും? എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോ ഭയങ്കര പേടിയാണ്. പ്ലീസ്, എന്നെ വിട്ട് ഒരിക്കലും പോവല്ലേ. ഒരിക്കലും എന്നെ വിട്ട് പോവല്ലേ. പ്ലീസ്. വല്ലാത്തൊരു പ്രശ്നം തന്നെയാ സുജി. പ്രണയം വളരെ പെട്ടെന്നുണ്ടാകുന്നു. പക്ഷെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തുറന്നു പറയാനാ ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ എന്റെ പെയിന്റിങ്ങിലായിരിക്കുമ്പോ ഞാൻ എത്രമാത്രം കോൺഫിഡന്റ് ആണെന്ന്. പക്ഷെ നീ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ ആകെ നെർവസ് ആവും. ഓ എന്റെ പ്രിയപ്പെട്ട മോനെ, ഇറ്റ് വിൽ ഹാപ്പൻ. ഞാൻ ഇന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞതുകൊണ്ടാ ഇന്ന് അവൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിലേ ഇനിയൊരു 10 വർഷം കൂടി എടുത്തേനെ. ശരി, സാരമില്ല, ക്ഷമിച്ചിരിക്കുന്നു ഞാൻ.
എന്റെ മോൻ ഒരുപാട് നാളായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ വാഴടി ഇത് എങ്ങോട്ട് പോവാ?
എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരാളുടെ ഇൻസ്പിറേഷനായി മാറുമെന്ന്. ഞാൻ ഈ ഇൻസ്പിറേഷൻ എന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു.